ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഓഫീസില് ADM ജോൺ എബ്രഹാം ചാർജ് എടുത്തു. ശാലിനിമയുടെ എത്തുന്നത് വരെ ADM-നായിരിക്കും ചാർജ്. അപ്പൊ യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. അച്ഛാ അച്ഛാ മോള് അവസാന നാളില് എന്റെ കുഞ്ഞിനോടൊപ്പം എനിക്ക് കഴിയാനുള്ള യോഗം പോലും ഇല്ലാതായി പോയി. എന്നെ എന്തിനാ നീ ഇട്ടേക്കുന്നത്? എന്നെ എടുത്തൂടെ? എന്തിനാച്ച ഇങ്ങനെയൊക്കെ പറയുന്നേ? സകലം സഹിക്കാൻ വേണ്ട മകളെ. മക്കൾ നോക്കിയോ, മക്കൾ പോ. അച്ഛാ അച്ഛാ സത്യമ്മ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ തന്നെയാണ് പരിപാടി. മുറിവ് മാറണ്ടേ? ഞാനല്ലാതെ ആര് തന്നെ എങ്ങനെ പരിചരിക്കാനും അടുത്തിരുന്ന് നോക്കാനുമുള്ള? എനിക്കൊരു കുഴപ്പമില്ല. അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ശുശ്രൂഷിച്ചോ? പക്ഷേ അതിനൊപ്പം വീട്ടിലെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അവിടെ എന്തായി, കാര്യങ്ങൾ എന്തൊക്കെയായി എന്നൊക്കെ തിരക്കണ്ടേ? എന്തേലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചോളൂ. വിഷ്ണുവേട്ടാ, അതല്ല, അവിടെ അച്ഛൻ്റെ അവസ്ഥ അറിയാലോ. വിഷ്ണുവേട്ടനുണ്ടെങ്കിൽ അച്ഛനൊരു ധൈര്യ. സത്യമ്മ അച്ഛനെ കുറ്റപ്പെടുത്താനേ നോക്കൂ. ഇപ്പൊ വിഷ്ണുവേട്ടൻ അവിടേക്ക് ചെല്ലാതെ എൻ്റെ അടുത്ത് നിൽക്കുന്നതിന് അച്ഛൻ ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ടാവും. സത്യമ്മയുടെ കാര്യം അറിയാലോ. താനിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന്? വിഷ്ണുവേട്ടൻ ഇപ്പം വീട്ടിലേക്ക് ചെല്ലണം. കളക്ടർ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളും. അതുകൊണ്ട്
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നോളും. കൂടെ ആരും എൻ്റെ ഒപ്പം നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവിടെ ആള് വേണം. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാ. എന്നാലും തന്നെ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങനെ എനിക്ക് പോകാൻ പറ്റുക? പോയി എനിക്ക് ഒരു സമാധാനം ഉണ്ടാവോ? വിഷ്ണുവേട്ടൻ ഇവിടെ നിൽക്കുമ്പോഴാ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന. മാഡം, അനു, വിഷ്ണുവേട്ടൻ പോയിട്ടോ. ഇവിടെ ഇപ്പൊ അനു ഉണ്ടല്ലോ. ഓഫീസില് ADM ജോൺ എബ്രഹാം ചാർജ് എടുത്തു. ശാലിനി മേഡം എത്തുന്നത് വരെ ADM-നായിരിക്കും ചാർജ്. അപ്പൊ യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ജപ്തി നടപടികൾക്ക് വേണ്ടി അവർക്ക് കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ഈ പറയുന്ന ജോൺ എബ്രഹാം സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും വലം കയ്യ. അവിടെ ഇനി പലതും നടക്കും മാഡം. അതിനുള്ള അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ജോൺ എബ്രഹാം എൻട്രി ആയിരിക്കുന്നത്. അതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണുട്ട, ഇനി ഒട്ടും വൈകിക്കണ്ട. ജോൺ എബ്രഹാം കൂടി വന്ന സ്ഥിതിക്ക് ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. സാറ് പോയിട്ടോ. മാഡത്തിന്റെ അടുത്ത് ഞാനിപ്പോ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ചോളാം. ഈ 2 മെഡിസിനും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. എടോ, ഇതാണ് ഞാൻ പറഞ്ഞു പോകുന്നില്ലെന്ന്. ഇവിടെ ആവശ്യങ്ങൾ വരില്ലേ? ഞാനേ ഇത് വാങ്ങിച്ചിട്ട് വരാം. പോരെ? അനു, ചമ്പാട് എസ്റ്റേറ്റിലേക്കുള്ള നമ്മുടെ യാത്രയടക്കം ADM ജോൺ എബ്രഹാമിന്റെ എൻട്രി വരെ വളരെ ബ്രില്യൻ്റ് ആയ ഒരു പോലീസ് ഓഫീസറുടെ കൃത്യമായ തിരക്കഥയാണ്. ഇനി ഈ തിരക്കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട്. അതാ സത്യാമ്മയുടെ വീടിന് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. നാട്ടുകൂട്ടം പോലെ മുറ്റത്ത് സത്യാമ്മയുടെ അധ്യക്ഷതയിൽ നാട്ടുകാർക്കിടയിലെ തർക്ക പരിഹാര കോടതി നടത്തിയിരുന്ന വീടാ അത്. സത്യാമ്മ പറയുന്നതിനനുസരിച്ച് ശിക്ഷാവിധികൾ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാര് കോടതി പോലെ ബഹുമാനിച്ചിരുന്നൊരു വീട്. ആ വീട് ഇന്ന് നഷ്ടപ്പെടലിന്റെ വക്കോളെത്തി നിൽക്കുന്ന